പ്രിയപ്പെട്ട കുട്ടികളെ, യൂണിറ്റ് 3 ആയിരങ്ങൾ ചേരുമ്പോൾ ഒന്നാമത്തെ ചോദ്യം, അഞ്ചക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്നായിരുന്നു. അഞ്ചക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ 10,000 എന്നാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി പറയുന്നത് രണ്ടാമത്തെ ചോദ്യം, ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയും ഏറ്റവും വലിയ അഞ്ചക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര എന്നാണ്. ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ എന്ന് പറയുന്നത് 1000 ആണ്. ഏറ്റവും വലിയ അഞ്ചക്ക സംഖ്യ എന്ന് പറയുന്നത് 99,999 ആണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ അതിൻ്റെ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്രയാണ്? 99,999 നിന്ന് 1000 കുറച്ചാൽ 98,999 എന്ന് കിട്ടും. 1 മുതൽ തുടർച്ചയായ 100 എണ്ണ സംഖ്യകളുടെ തുക എത്ര എന്ന ചോദ്യത്തിന് നമ്മൾ എങ്ങനെ കണ്ടെത്തി? ഇതിലെ സ്റ്റാർട്ടിംഗ് കൗണ്ട് 1 ആണ്, എൻഡിങ് കൗണ്ട് 100 ആണ്. ഇത് തമ്മിൽ കൂട്ടി നോക്കിയാൽ ഉത്തരം 101 എന്ന് ലഭിക്കും. ഈ 101 അടുത്തത് നോക്കാം. ഇനി സ്റ്റാർട്ടിംഗ് കൗണ്ട് ആകെ എണ്ണൽ തുകയുടെ പകുതി കൊണ്ട് ഗുണിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് 101നെ 50 കൊണ്ട് ഗുണിച്ച് നോക്കിയാൽ 5050 എന്ന ഉത്തരം ലഭിക്കും. ഓക്കെ, അടുത്ത ചോദ്യം 1, 3, 6, 10 എങ്കിൽ ഇതിലെ 10ാമത്തെ സംഖ്യ ഏതായിരിക്കും എന്നാണ്. 10ാമത്തെ സംഖ്യ ഏതാണെന്ന് കണ്ടെത്താൻ ഇതിൽ 4 വരെയുള്ള സംഖ്യകൾ തന്നിട്ടുണ്ട്, 10 എന്ന് തന്നിട്ടുണ്ട്. ഇനി 5ാമത്തെ സംഖ്യ എത്രയായിരിക്കും? 1ൻ്റെയും 3ൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. 3ൻ്റെയും 6ൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ് 3 ആണ്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഡിഫറൻസുകൾ നോക്കിയാൽ 10ാമത്തെ സംഖ്യ വരെ നമ്മൾ കണ്ടെത്താൻ സാധിക്കും. 45 മുതൽ 55 വരെയാണ് 10ാമത്തെ സംഖ്യ. 21 മുതൽ 40 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാണ്? 610 ആണ്. ഇത് നമ്മൾ ഈ രീതി നമ്മൾ ചെയ്ത് നോക്കിയതാണ്. അടുത്ത ചോദ്യം, പാറ്റേണിലെ അടുത്ത സംഖ്യ ഏതാണ് എന്നാണ്. ഈ പാറ്റേൺ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനൊരു രീതിയുണ്ട് അല്ലേ. 1000ങ്ങളുടെ സ്ഥാനങ്ങൾ നോക്കിയാൽ മതി. 1000ൻ്റെ സ്ഥാനത്ത് അടുത്തതായിട്ട് വരുന്നതും 100ൻ്റെ സ്ഥാനത്ത് വരുന്നതും 10ൻ്റെ സ്ഥാനത്ത് വരുന്നതും 1ൻ്റെ സ്ഥാനത്ത് വരുന്ന സംഖ്യയും തമ്മിൽ ബന്ധമുണ്ട്. അത് കണ്ടെത്തിയാൽ നിങ്ങൾക്ക് അതിൻ്റെ പാറ്റേൺ കണ്ടെത്താൻ സാധിക്കും. അടുത്ത സംഖ്യ എന്ന സംഖ്യയിൽ എ എന്ന സംഖ്യയുടെ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നാണ്. 1000ൻ്റെ സ്ഥാനത്തുള്ള എയുടെ വില 7000 ആണ്. 1ൻ്റെ സ്ഥാനത്തുള്ള എയുടെ വില 7 ആണ്. വ്യത്യാസം കാണാൻ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചാൽ ഉത്തരം ലഭിക്കും. 2 ലക്ഷത്തിൽ എത്ര നൂറുകളുണ്ട് എന്ന ചോദ്യം. 1 ലക്ഷത്തിൽ നമുക്കറിയാം 1000 നൂറുകൾ ചേർന്നതാണ് 1 ലക്ഷം. അപ്പോൾ 2 ലക്ഷം എന്ന് പറയുന്നത് 2000 നൂറുകൾ ചേർന്നതാണ്. 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ തുക എത്രയാണെന്നാണ് ചോദ്യം. 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ തുക 55 ആണ്. എങ്ങനെയാണ് കണ്ടെത്തിയതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 മുതൽ 20 വരെയുള്ള സംഖ്യകളുടെ തുക 210 ആണ്. ചെയ്യാനുള്ള രീതി നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പാറ്റേണുകൾ പൂർത്തിയാക്കാനാണ് എല്ലാം നോക്കി ചെയ്യുക കേട്ടോ. ഓരോന്നും പാറ്റേണുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, 3ാമത്തെ പാറ്റേൺ, 4ാമത്തെ പാറ്റേണുകളുടെ ആ രീതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ കിട്ടും. 7777 എത്ര നൂറുകളുണ്ട് എന്ന ചോദ്യം. 77 നൂറുകളാണെന്ന് നമ്മൾ പഠിച്ചു. സംഖ്യ വ്യാഖ്യാനിക്കാണ്. 3000 245 ഒന്നുകൾ ചേർന്നാൽ എത്രയാണ് സംഖ്യ? 3245 ആണ് സംഖ്യ. അനു കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങിയതിൻ്റെ ബില്ല് താഴെ കൊടുക്കുന്നു. ചില സംഖ്യകൾ ബില്ലിൽ കാണുന്നില്ല. അവ കണ്ടെത്തി ബില്ല് പൂർത്തിയാക്കുകയാണ് വേണ്ടത്. ഇനങ്ങൾ അരി, കടല, ശർക്കര, ചെറുപയർ. 1 കിലോഗ്രാമിൻ്റെ വില, അളവ് തന്നിട്ടുണ്ട്, തുക തന്നിട്ടുണ്ട്. ചില സംഖ്യകൾ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക ഓരോന്നും എങ്ങനെ ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ആകെ 736 രൂപ അനു കടയിൽ കൊടുത്തു. 2000 രൂപ കൊടുത്തപ്പോൾ എത്ര രൂപ തിരിച്ചു കിട്ടിയെന്ന ചോദ്യം. 2000-ൽ നിന്ന് 736 കുറച്ച സംഖ്യയായിട്ടുള്ള 1264 എന്ന ഉത്തരം നമുക്ക് കിട്ടി. അരിയുടെ വില 40 ആയിരുന്നെങ്കിൽ അരിക്ക് എത്ര രൂപ കൊടുക്കേണ്ടി വന്നിരുന്നു? 35 ആണ് ഇതിൽ തന്നിട്ടുള്ളത്. 40 ആയിരുന്നെങ്കിൽ 15 × 40 600 ആണ് ഉത്തരം ലഭിക്കേണ്ടി വരുന്നത്. അടുത്തത്, ചെറുപയർ വാങ്ങിയത് 5 കിലോ ആണെങ്കിൽ എത്ര രൂപ ചെറുപയറിന് കൊടുക്കണം? 1 കിലോ ചെറുപയറിന് 28 ആണ്. 5 കിലോ ആണെങ്കിൽ 28 5 × 5 ഉത്തരം ലഭിക്കും. ബില്ല് കൊടുക്കാൻ അനുവിൻ്റെ കയ്യിൽ കൃത്യമായ തുക ഉണ്ടായിരുന്നെങ്കിൽ ഏതൊക്കെ നാണയങ്ങളും നോട്ടുകളായിരിക്കും കൊടുക്കേണ്ടതായിരിക്കുക? ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്, അത് നോക്കി ചെയ്യാം. ഇതെല്ലാ രീതിയിലും കൊടുക്കാം കേട്ടോ.